ഇന്ന് പല വിശ്വാസികളും ഒരു കാലഘട്ടത്തിൽ ശക്തമായി ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ച പല ദൈവമക്കളും കുടുംബങ്ങളും ഇന്ന് വിശ്വാസ ജീവിതത്തിൽ പോലുമില്ല. നമ്മുടെ ചുറ്റുപാട് തന്നെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് അങ്ങനെയുള്ളവരെ കാണാൻ പറ്റും. അവര് വിശ്വാസത്തിൽ വന്ന സമയത്ത് നിർമ്മലമായൊരു സ്നേഹത്തോടു കൂടിയാണ് വന്നത്. യേശുവിനെ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, വിടേണ്ടതെല്ലാം വിട്ടു, സഭയിൽ വന്നു, മീറ്റിങ്ങുകൾ മുടക്കാതെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ശക്തിപ്പെട്ടും പോയ കുടുംബങ്ങളും വ്യക്തികളൊക്കെ ഉണ്ട്. ഇന്ന് അവരുടെ സ്ഥിതി എന്താണ്? ഇപ്പോൾ അവരെങ്ങനെയായിരിക്കുന്നു? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് അവർക്ക് വിശ്വാസവുമില്ല, പ്രാർത്ഥനയുമില്ല, കൂട്ടായ്മയുമില്ല. പ്രാർത്ഥനയ്ക്കൊന്നും പോകാതെ ഇങ്ങനെ നടക്കുന്ന കുറെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും, പിന്മാറി നടക്കുന്ന. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയാമോ? അത് പാസ്റ്ററുടെ കുറ്റമല്ല, വിശ്വാസിയുടെ കുറ്റമല്ല, മറ്റ് ദൈവമക്കളുടെ കുറ്റമൊന്നുമല്ല, അവരുടെ കുറ്റം. ഈ പിശാച് തോറ്റവനാണെങ്കിലും ഇപ്പോഴും അവന് പ്രവർത്തിക്കാനുള്ള അനുവാദം ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അലറുന്ന സിംഹം എന്ന പോലെ അവൻ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത്. ആരെ വിഴുങ്ങേണ്ടെന്നു വിചാരിച്ച്. അപ്പോ അവൻ വിഴുങ്ങാൻ വേണ്ടി നടക്കണേണ്. ആരെയും വിഴുങ്ങും. എത്ര വലിയ ഉന്നതനായ ശുശ്രൂഷകനെയും ലീഡറെയും എത്ര വലിയ വിശ്വാസിയെയും വേണമെങ്കിൽ അവന് വിഴുങ്ങാം. അവൻ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. എന്തിനാ ഈ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത്? ആരാണ് ഇച്ചിരി പുറകോട്ടായിരിക്കുന്നെന്ന് അവൻ നോക്കും, അവനെ പിടിക്കും. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് നമ്മോടൊപ്പമൊക്കെ ആരാധിച്ചും പ്രാർത്ഥിച്ച പലരുടെയൊക്കെ സ്ഥിതി ഒന്ന് ഓർത്തെ. നമ്മുടെ ജീവിതം അങ്ങനെ ആകാരുന്നു. ഇനി അവിടെ പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചാൽ, വിശ്വാസികൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചാൽ, എന്തെങ്കിലും തിക്ത അനുഭവങ്ങൾ സഭയിലുണ്ടെന്ന് വിചാരിച്ചാൽ ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാവോ? നമ്മൾ രക്ഷിച്ചാരാണ്? ക്രിസ്തു അല്ലേ? ക്രിസ്തു ആയിട്ടല്ലേ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാനുള്ളത്. അതിനൊന്നും ശ്രമിക്കാതെ അവിടെ സെൽഫ് കൺട്രോൾ, ഉണർന്നിരിക്കേണ്ടവര് ഉണർന്നിരിക്കാതെ അവിടെ ആത്മനിയന്ത്രണം വിട്ട് സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ട് അവർ പാപത്തിന്റെ പിന്നാലെ പോയി. ഒരുപാട് മണ്ഡലങ്ങളിൽ നമുക്ക് സംഭവിക്കാം. പാപത്തിന്റെ വിവിധ രൂപങ്ങളുണ്ട്, വേഷങ്ങളുണ്ട്. ഒരാളെ, ഒരു വിശ്വാസിയെ, ഒരു പാസ്റ്ററെ എങ്ങനെ പിടിക്കാമെന്ന് ആർക്ക് നന്നായിട്ട് അറിയാം? പിശാചിന് നന്നായിട്ട് അറിയാം. എന്നെ എങ്ങനെ പിടിക്കാമെന്ന് പിശാചിനറിയാം. നിങ്ങൾ ഓരോരുത്തരെ എങ്ങനെ പിടിക്കാമെന്ന് പിശാചിനറിയാം. അവിടെ ഒരു ചൂണ്ടക്കുളത്തം കിട്ടി തരും, ഇര ഇട്ടങ്ങ് തരും. അതിൽ പെട്ടുപോയാൽ പോയി, പിന്നെ എഴുന്നേക്കാൻ പോലും പറ്റില്ല. ഒരാള് വിശ്വാസത്തിൽ വന്ന് ഇത്രയും വലിയ രക്ഷയും ശക്തിയും ഒക്കെ അനുഭവിച്ചറിഞ്ഞവർ പിന്മാറിപ്പോയാൽ പിന്നെ അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിവുള്ളതല്ലെന്നാണ് എബ്രായ ലേഖനം പറഞ്ഞത്. പിന്നെ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഇത് സത്യമാണെന്നൊക്കെ അവനറിയാം, ഇങ്ങനെ പോകുന്നത് ശരിയല്ലെന്നറിയാം, പക്ഷെ വരാൻ പറ്റില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ പറയട്ടെ, നമുക്ക് ഒരുപാട് വചനമൊന്നും അറിഞ്ഞില്ലെങ്കിലും തിയോളജി ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഉള്ളത് മര്യാദക്ക് ഏറ്റെടുത്ത് അത് പ്രായോഗികമാക്കി പോയാൽ മതി. അല്ലെങ്കിൽ ആ പിശാച് വിഴുങ്ങുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉണർന്നിരിക്കണം, സെൽഫ് കൺട്രോൾ ഉള്ളവരായിരിക്കണം.